അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ ചാടിത്തുള്ളിലേക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ആളെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഡ്രസ്സാക്കി ഇഷ്ടപ്പെട്ടില്ല. അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെ അവൻ സെലക്ട് ചെയ്ത് രണ്ടാമത് ഇട്ടു. റെഡിയായി ബാഗും ടിഫിനും വാട്ടർ ബോട്ടിലും സ്നാക്സും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ ആരെയല്ല, അപ്പാപ്പനെ തന്നെയാണ്. അപ്പോൾ പപ്പ വന്നിട്ടുണ്ട്. പപ്പ അവനെ സ്കൂളിലോട്ട് കൊണ്ടുപോവാണ്. സ്കൂൾ ആനുവൽ ഡേയുടെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് നേരത്തെ സ്കൂളിൽ പോകണം. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനൊക്കെ യാശുവിനെ നേരത്തെ ആക്കണമെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ അവന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവനെ പപ്പ നേരത്തെ ഒന്ന് സ്കൂളിലോട്ട് ആക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഈ യാശു ടാറ്റയൊക്കെ തന്നിട്ട് സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ്. തുടക്കം കുറേ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നതാണ്. ഞാനൊരു 5 മണി ആവാറായപ്പോഴത്തേന് ഇറങ്ങി. അങ്ങനെ സ്കൂളിലെത്തി. അവിടെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ 2023-24 എഡ്യൂക്കേഷൻ ഇയറിൽ 2 ടാലന്റ് എക്സാം ആണ് നമ്മുടെ കുട്ടികൾ അറ്റൻഡ് ചെയ്തത്. അത് ഒന്നത്തത് ഇറ ഇന്റർനാഷണൽ ടാലന്റ് എക്സാമും അതേപോലെ വിദ്യാദർശനം എന്ന ടാലന്റ് എക്സാമുമാണ് നമ്മൾ. അതിന്റെ ഏറ്റവും മഹത്തായ ഒരു കാര്യം, ഇറാജ ഇന്റർനാഷണൽ ടാലന്റ് എക്സാമിൽ നമുക്ക് സ്റ്റേറ്റ് ലെവലില് ഫസ്റ്റ് റാങ്ക്, 3rd റാങ്ക്, 4th റാങ്ക്, 5th റാങ്ക് കിട്ടിയ 4 പേരാണ് നമുക്കുള്ളത്. അതിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് അഹാന JB, third class. Get ready for this to receive this award. 3rd rank goes to this Yashin Kashidev and UKG. 4th rank goes to this Tanvin Vineet, UKG. 5th rank goes to the theatre under Yashin Kashidev MJ. അങ്ങനെ ഞാൻ സമ്മാനമൊക്കെ വാങ്ങിക്കാനായിട്ട് നല്ല ടിപ്പ് ടോപ്പിൽ വിട്ടവൻ അവിടെ ചെന്ന് ഓടി കളിച്ച് കുഴഞ്ഞ അവശനായി. പിന്നെ ഇത് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണ്, അതിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വിയർത്ത് കുളിച്ചാണ് വന്ന് ഈ അവാർഡ് വാങ്ങിച്ച. അവൻ്റെ ആളാകെ ക്ഷീണിച്ച് അവന് നടക്കാൻ പോലും വയ്യായിരുന്നു. അങ്ങനെ എന്തോ ഭീകരന്മാരുടെ ഇടയിലോട്ട് അവനെ തള്ളി വിട്ടതുപോലെയായിരുന്നു അവൻ്റെ ഒരു ഭാവം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പേടിച്ച് വിറച്ച് വന്ന യാഷിനെ ആശ്വസിപ്പിക്കുന്ന അപ്പപ്പനെ അമ്മാമ്മനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര പോസ് ചെയ്യാൻ പറഞ്ഞിട്ടും പോസ് ചെയ്യുന്നില്ല. അവന് വയ്യ, അവൻ ക്ഷീണിച്ച് കുഴഞ്ഞിരിക്കുകയും വേണം ഇനി പോയിട്ട് അടുത്ത ഡാൻസ് കളിക്കാനായിട്ട്. താല്പര്യമില്ലാത്ത എന്തോ അവനെ അടിച്ചേൽപ്പിച്ച മുഖഭാവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഏകദേശം 7-8 മണിയാകുമ്പോഴത്തേന് പിള്ളേരുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചുപിള്ളേരുടെ ഡാൻസ് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ വേറൊരു ലെവലാണല്ലേ. ഭയങ്കര കോമഡിയാണ്, ഭയങ്കര ക്യൂട്ടുമാണ്. അപ്പം നമ്മുടെ കഥാനായകൻ്റെ എൻട്രി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടോ. എല്ലാം നല്ല കോമഡിയാണ്, പിന്നെ കൊച്ചുപിള്ളേരല്ലാണ്ട് ഒരു ക്യൂട്ട്നെസ്സും ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ യാഷിൻ്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? കൂട്ടത്തിൽ തൊപ്പിയിലാണ് നിൽക്കുന്നതാണ് ഗേൾസ്. അവൻ കാരണം അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴത്തേന് തൊപ്പി നമ്മുടെ കയ്യിലായിപ്പോയി. അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമുണ്ട്. തൊപ്പിയിലാണ് നിൽക്കുന്നതാണ്. അങ്ങനെ സ്കൂൾ ആനുവൽ ഡേയുടെ പേര് പോലെയാണ് നല്ല ചിൽ വൈബായിരുന്നു. കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ക്ഷീണിച്ചിരിക്കുന്നതൊക്കെ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ച് അപ്പം കൊടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്ക് ആനുവൽ ഡേ ഫീ അടയ്ക്കുന്നതിൻ്റെ കൂടെ പാക്കേജ് ആയിട്ടുള്ളതാണ് ഇവർക്ക് ഈ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ്, പിന്നെ സ്നാക്സ്, ഫുഡ് ഒക്കെ എല്ലാം കൂടെ അതിനുള്ള ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കണം. അങ്ങനെ കുറച്ച് നേരം കൂടി ഇരുന്നൊന്ന് കൂളായതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. കാരണം പരിപാടിയൊക്കെ ഒരുപാട് ലേറ്റാവും തീരാനായിട്ട്. 10-12 മണിയോളം അടുപ്പിച്ചവിടെ പരിപാടി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ലൈവായിട്ടത് കാണാൻ പറ്റും. അതിന് ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ ഇട്ട് തരാം. പരിപാടി വേണം കാണാൻ താല്പര്യമുള്ളവർ കണ്ടോ. എന്തായാലും വീട്ടിൽ വന്നൊന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ആളെന്തായാലും പോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേജിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും പോസ് ചെയ്യില്ല. വീട്ടിൽ വന്ന് നമ്മൾ എങ്ങനെ വേണമെങ്കിലും പോസ് ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത്. ഫുഡ് നമുക്ക് സ്കൂളിൽ നിന്ന് ആനുവൽ ഡേയുടെ ആ പാക്കേജിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പം ചപ്പാത്തിയാണ്, പിന്നെ ചിക്കൻ കറിയും. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കിടക്കാൻ പോകണം. നല്ല വിശപ്പുണ്ട് രാത്രി. അപ്പോൾ വേറെ ഒന്നുമില്ല. ടാറ്റാ.